ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിശ്വസിക്കണം കേട്ടോ. നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ താഴങ്ങൾ വന്ന കമൻറ്റ് ഓരോന്നും ഞാൻ വളരെ വിശദമായിട്ട് തന്നെ വായിച്ചിട്ടോ. സത്യം പറഞ്ഞാൽ ഒരേ സമയം എനിക്ക് നല്ല സന്തോഷം തോന്നി, അതേ സമയം തന്നെ സങ്കടം തോന്നിട്ടോ. കാരണം നമ്മളൊക്കെ വീട്ടിലിരുന്ന് തയ്യൽ ബിസിനസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇത്രത്തോളം വലുതാണെന്ന് എനിക്ക് ഈ കമൻറ്റ് കണ്ടപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. ഞാൻ മടിച്ചാണെന്നുള്ളത് എനിക്കറിയായിരുന്നു, പക്ഷേ എല്ലാവരും ഇങ്ങനെയാണ് എന്നുള്ളത് ആ ഒരൊറ്റ വീഡിയോൻ്റെ കമൻറ്റിലാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. എനിക്കും ഭയങ്കര മടിയാണ്. തുണി വാങ്ങി വെച്ചിട്ട് മാസങ്ങളായി, കസ്റ്റമേഴ്സ് പൈസ തരുന്നില്ല, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പേര് തങ്ങളുടെ കമൻറ്റ് തുറന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സങ്കടങ്ങളൊക്കെ കമൻറ്റിലൂടെ നിങ്ങൾ ഈ എഴുതിയ കമൻറ്റുകളൊക്കെ ഓരോന്നും എടുത്ത് അതിനുള്ള കൃത്യമായ പരിഹാരങ്ങളും ചെറിയ ചില ട്രിക്കുകളും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ കൂടെ ഈ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക കേട്ടോ. നിങ്ങളുടെ തയ്യൽ ജീവിതം തന്നെ മാറി മറിയും. ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നത് എൻ്റെ സ്റ്റിച്ചിങ് സ്പേസിൻ്റെ ക്ലീനിങ് ആണ് കേട്ടോ. ഒരുപാടുണ്ടായിനി, ഇതൊരു ഭാഗം മാത്രമേ കാണിക്കണുള്ളൂ. ഒക്കെ ഒന്ന് നന്നാക്കി യൂണിഫോമിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ അത്യാവശ്യം തീർന്നുകൊണ്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആകെ ഞാൻ ആദ്യം റൂമിൽ ഇനി ചെയ്യില്ല. അപ്പോൾ റൂമിലാവുമ്പോൾ റൂമിൽ സ്റ്റിച്ചിങ് മെഷീന്, കട്ടിങ് ടേബിൾ ഡൈനിങ് ഹാളിൽ ഇസ്തിരിയിടൽ അങ്ങേ റൂമിൽ നിലത്തി. ഇപ്പം എനിക്ക് ഇസ്തിരിയിടാൻ വേണ്ടിയിട്ട് എൻ്റെ കെട്ടിയവനൊരു നല്ലൊരു ടേബിൾ പോലെ ഉണ്ടാക്കിയെന്ന്. അപ്പോൾ ഞാൻ മെഷീൻ എനിക്ക് ഡൈനിങ് ഹാൾക്ക് ഇടേണ്ട ഒരു അവസരം വന്നു കേട്ടോ റൂമിൽ നിന്ന്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇതന്നെയാണ് സേഫ്. എന്നാൽ കട്ടിങ്ങും ഒരു തുടി നടക്കും, സ്റ്റിച്ചിങ്ങും നടക്കും, അയണിങ്ങും നടക്കും. അപ്പോൾ പിന്നെ എനിക്കത് വലിയ സുഖമായി തോന്നി. അതുകൊണ്ട് ഞാനത് ഡൈനിങ് ഹാളിൽ തന്നെ ഇട്ട്. അപ്പം എന്നാൽ ഒരു വശത്തിൻ്റെ ക്ലീനിങ് തുടങ്ങട്ടെ കേട്ടോ. അപ്പം എന്നാൽ നമുക്ക് കാര്യത്തേക്ക് കിടക്കാം. ക്ലീനിങ് ഒരു മറുവശത്തൂടെ അങ്ങനെ പോയിക്കോളും. ആദ്യം തന്നെ കമൻറ്റ് വന്നിട്ടുള്ളത് രാജൻ എന്നൊരു വരിക്കാരുടേതാണ് കേട്ടോ. അവർ പറയണത് തയ്ക്കാൻ ഭയങ്കര മടിയൊക്കെയാണ്. അതിൻ്റെ കാരണം പറയണത് എന്താണെന്നറിയോ? പലരും തയ്യൽ കൂലിയൊക്കെ തരാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ നമുക്ക് തയ്ക്കാനും മടി വരും. കൂലി തരാമെന്നൊക്കെ പറഞ്ഞ് തുണിയും വാങ്ങി പോകുന്നൊരു പോക്കുണ്ട്. പിന്നെ കാണുകയല്ലോലേ എന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ മിനി സിസ്റ്റർ പറഞ്ഞ കാര്യം 100% സത്യമായ ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് കണ്ണൊക്കെ കേട് വരുത്തി തയ്ച്ച് കൊടുക്കും, ഇവിടെ പൈസ തരാതെ പറ്റിക്കുമ്പോൾ ആർക്കായാലും മടി വരും. പിന്നെ തയ്ക്കാൻ ഒട്ടും തോന്നൂല കേട്ടോ നമുക്ക്. ഇതിനൊരു ഒന്നാം തരം പരിഹാരമുണ്ട്. നിങ്ങളുടെ കടയിലോ അല്ലെങ്കിൽ തയ്യൽ മുറികളിലോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലോ ഇരുന്ന് തയ്ക്കണോലായിക്കോട്ടെ, ആ സ്ഥലത്ത് നിങ്ങൾ ചെറിയൊരു ബോർഡ് വെക്കുക. തുണി വാങ്ങാൻ വരുമ്പോൾ തയ്യൽ കൂലി നിർബന്ധമായും നൽകേണ്ടതാണെന്നുള്ള ഒരു ബോർഡ് വെക്കുക. അപ്പോൾ അത് കാണുമ്പം ആ ബോർഡ് കണ്ട് വായിച്ചിറങ്ങണാക്ക് തിന്ന് പോകുമ്പോൾ തന്നെ മനസ്സിലുണ്ടാവും കൂലി കൊണ്ടല്ലാതെ ഇങ്ങോട്ട് വരാൻ പറ്റൂലെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂലി കൈ പിടിച്ചു. പിന്നെ കൂലി തരാതെ പോണോലാണെങ്കിൽ ജസ്റ്റ് മുന്നിലൊട്ടിച്ച ബോർഡ് കണ്ടില്ലേ എന്നൊരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി അവരോട്. അപ്പോൾ പിന്നെ ഒരിക്കൽ അങ്ങനെ വന്നാലും പിന്നീട് അങ്ങനെ വരാനോ എനിക്ക് തോന്നൂല. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം കേട്ടോ. ഒരു വലിയ തുണിക്കടയിൽ ചെന്നിട്ട് നമ്മൾ തുണി എടുത്തിട്ട് പൈസ പിന്നെ തരാമെന്ന് പറഞ്ഞാൽ അവർ നമുക്ക് തരുമോ ഡ്രസ്സ്? ഇല്ല. അപ്പം നമ്മൾ ഒരു ബിസിനസ്സാണ് ചെയ്യണത്. സ്ഥിരമായിട്ട് ഈ പൈസ തരാതെ പറ്റിക്കുന്ന ആൾക്കാരോടെ അടുത്ത തവണ വരുമ്പോൾ വളരെ സ്നേഹത്തോടെ നമ്മൾ പറയുക, ചേച്ചി അല്ലെങ്കിൽ താത്ത, ഒരു തുണി ഞാൻ തയ്ച്ചുതരാം, നിങ്ങൾ ഈ കൊണ്ടുവന്നതൊക്കെ ഞാൻ തയ്ച്ചുതരാം, പക്ഷേ വാങ്ങാൻ വരുമ്പം ക്യാഷ് കയ്യിൽ കരുതിയിട്ട് വേണം കേട്ടോ നിങ്ങൾ വരാൻ, അങ്ങനെ പറയാം. അപ്പം മെറ്റീരിയൽസിനും നൂലിനൊക്കെ വലിയ വില കൂടിയതുകൊണ്ട് കയ്യിൽ പൈസ അല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല. ഇങ്ങനെ കൃത്യമായി അതിരുകൾ വെച്ച് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ തയ്ക്കാനുള്ള മൂഡ് നമുക്ക് വരും. കാരണം നമ്മൾ പറഞ്ഞേ മതിയാവുള്ളൂ, അത് നമ്മളെ പൈസയാണ്. ആദ്യം നമുക്കിങ്ങനെ മനസ്സ് തോന്നും, ഞാൻ പോലോട് പറഞ്ഞാൽ ഓലിപ്പം എന്നെ പറ്റിയെത്താ വിചാരിച്ചോട്ടെ, ഒരിക്കേ വിചാരിച്ചുള്ളൂ. രണ്ടാമതോലെ ഓടത്തേക്ക് പൈസ ഇല്ലാതെ ചെന്നാൽ ഓള് ചോദിച്ചും എന്നുള്ളതുപോലെ മനസ്സിലുണ്ടാവും. അപ്പോൾ പൈസയും കൊണ്ടേ വരൂ. ഒരിക്കൽ ചോദിച്ചാൽ അങ്ങനെ പേടിച്ച് നിൽക്കും തോറും ഓല് നമ്മളെ തലയിൽ കയറും. അതാണ് ഓല അവസ്ഥ. അപ്പം നമ്മൾ ഒരിക്കൽ നമ്മൾ പേടിച്ചാൽ മതി. ആ ഒരൊറ്റ ചോദ്യം ഒരിക്കൽ നമ്മളെ തൊള്ളയിൽ നിന്ന് വന്നാൽ പിന്നീട് ഓല തന്നെ ഓട്ടോമാറ്റിക്കലി മാറിക്കോളും. നമ്മളാദ്യം നമ്മളാ പേടിയും ഓലെന്ത് വിചാരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നങ്ങോട്ട് കണ്ണും ചിമ്പിയോടെ മാറ്റി വെക്കുക. എന്നിട്ട് നമ്മളെ കാര്യം നമ്മൾ ചിന്തിക്കുക, നമ്മളെ സെൽഫിന് നമ്മൾ റെസ്പോൺസ് കൊടുക്കാനും. നമ്മളെ സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മളെ കൈക്ക് ക്യാഷ് കിട്ടുമ്പോൾ നമുക്കൊരു സെൽഫ് ലവ് ആണ്, നമുക്കൊരു ആത്മവിശ്വാസം കൂടുകയാണ്. അപ്പോൾ ആ ആത്മവിശ്വാസം കൂടുകയാണെങ്കിൽ ആ പൈസ കൊണ്ട് തരാതെ ആ ഡ്രസ്സ് കൊണ്ട് വാങ്ങി പോകുമ്പോൾ ഒരു ഈറ എത്ര അറിയോ? നമ്മൾ ഈറ മനസ്സിൽ കാട്ടിയിട്ട് കാര്യമില്ല, നമ്മളെ ശരീരം റിയാക്ട് ചെയ്യുള്ളൂ. നേരെ മറിച്ച് നമ്മൾ തൊള്ള തുറന്നു ഓലോട് കാര്യം സമാധാനത്തോടു കൂടി പറഞ്ഞാൽ മതി, ചിരിച്ചിട്ട് സന്തോഷത്തോടു കൂടി പറഞ്ഞാൽ മതി, ദേഷ്യപ്പെട്ട് പറയണ്ട. അപ്പോൾ ഓല് പിറ്റത്തെ പ്രാവശ്യം വരുമ്പോൾ ഓക്കെ, ഓലക്ക് ആ മനസ്സിലുണ്ടാവും, ഓല മനസ്സിൽ ഇത് പിന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണല്ലേ എന്ന്. ഈ വീഡിയോ കേൾക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടു കൊടുക്കണ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഓല് മനസ്സിൽ വിചാരിക്കുക, എന്നെ പറ്റിയായിരിക്കും ഇത് പറഞ്ഞത്, എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥകളേക്കാരെ ഈ പറഞ്ഞത് എന്ന് മനസ്സ് കരുതുക. ഏതൊരാളും സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടു കൊടുക്കുന്ന നേരത്ത് ഓല കൂലി
നേരത്തിന് കൊടുക്കുക. കാരണം ഓലും സാധാരണക്കാരാണ്, വലിയ പൈസക്കാരൊന്നും ആവില്ല, ഓലെ കയ്യിലും പൈസ ഉണ്ടാവില്ല. ഓൽക്ക് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞെന്ന് അടുത്ത ആൾക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള സാധനം എടുക്കണമെങ്കിൽ നിങ്ങളെ കയ്യിൽ നിന്നുള്ള ഈ പൈസ കിട്ടിയിട്ട് വേണ്ടി വരും എന്നുള്ളത് പൂർണ്ണമായിട്ട് ഓർക്കുക. അപ്പം സ്റ്റിച്ച് ചെയ്യണോൽക്കും ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കൊണ്ടുവരുന്നോൽക്കും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഓൽക്കും ഇത് മനസ്സിലായിക്കോളും. എനിക്ക് പറയാൻ മടിയുണ്ട് വെച്ചെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ഭാഗമല്ലേ ഇതിന് മുന്നിൽ പറഞ്ഞേ, ആ ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്തെടുത്തിട്ട് ഇടയ്ക്കൊന്ന് സ്റ്റാറ്റസ് ഇട്ട് കൊടുത്താണ്ടി. അപ്പം സ്റ്റാറ്റസ് കാണുമ്പോൾ ഓൽക്കൊന്ന് മനസ്സിലായിക്കോളും. അടുത്ത കമൻറ്റ് വന്നിട്ടുള്ളത് ഷർമിള റിയാസ് എന്നൊരു കൂട്ടുകാരുടേതാണ്. അവർ പറയുന്നത്, ഞാൻ വിചാരിക്കും എപ്പോഴും ഒരു 3 മണിക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാമെന്ന്. പക്ഷേ വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ ജോലിയൊക്കെ കഴിയുമ്പം വിചാരിച്ചു അപ്പോൾ പിന്നെ ഒന്ന് കിടന്നുറങ്ങാൻ തോന്നും, അപ്പോൾ ഒന്നാട് കിടന്നുറങ്ങുന്നു. ഷർമിള, ഇത് മിക്ക വീട്ടമ്മമാരുടെയും ഒരു വലിയ പ്രശ്നമാണ് കേട്ടോ. കഴിയുമ്പോൾ നമുക്ക് ഈ ഉറങ്ങാൻ തോന്നുക എന്നുള്ളത് രാവിലത്തെ ഓട്ടവും വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് നമ്മളൊന്ന് ഫ്രീ ആകുമ്പോൾ നമ്മളെ ശരീരം സ്വാഭാവികമായിട്ടും നമ്മളതുകൊണ്ട് ഉറങ്ങാൻ ആവശ്യപ്പെടും. അത് ശരിയാണ്. കാരണം നമ്മൾ ഈ കുട്ടികളെ പറഞ്ഞേക്കല്ലോ, അത് പിന്നെ നമ്മൾ വീട്ടിലൊക്കെ കഴിയുമ്പോൾ ഇതിനുള്ള തയ്യലിൻ്റെ സമയം മാറ്റുക എന്നുള്ളത് മാത്രമാണ്. കാരണം ഉച്ചക്ക് 2 മണിക്ക് കടുത്ത ക്ഷീണം തോന്നുമ്പോൾ നമ്മൾ നിർബന്ധിച്ച് മെഷീൻ്റെ മുന്നിൽ പോയിരിക്കരുത്. അങ്ങനെ ഇരുന്നാൽ നമ്മൾ അളവും കാര്യങ്ങളൊക്കെ മാറും, തെറ്റും ഒക്കെ വരാൻ സാധ്യത ഉള്ളതാണ്. അതിന് പകരം നമ്മൾ ഉച്ചക്ക് 1 മണിക്കൂർ സുഖമായിട്ടൊന്ന് ഉറങ്ങി എണീക്കുക. അതിന് ശേഷം ഒരു 2:30-ക്കോ 3 മണിക്കോ ഒക്കെ എഴുന്നേറ്റ് നല്ലൊരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളെ വർക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് തലേ ദിവസം രാത്രി തന്നെ പിറ്റേന്നൊക്കെ വെക്കാനുള്ള കറികളുടെയും പച്ചക്കറികളൊക്കെ നമ്മൾ അരിഞ്ഞ് വെക്കുക. അപ്പോൾ രാവിലത്തെ അടുക്കള ജോലിയൊക്കെ നമുക്ക് പെട്ടെന്ന് തീർന്നു കിട്ടും. രാവിലത്തെ 10 മണി മുതൽ 12 മണി വരെയുള്ള സമയങ്ങളിൽ ആ ഫ്രഷ് സമയത്ത് തയ്ക്കാനിരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ക്ഷീണം ഒട്ടും ഉണ്ടാവുകയില്ല. നമ്മളെ മടിയൊക്കെ പമ്പ കടക്കും ചെയ്യും. അടുത്തൊരു പ്രധാന കമൻറ്റ് വന്നിട്ടുള്ളത് പ്രസന്നയുടേതാണ് കേട്ടോ. ഓർഡറൊക്കെ കൊടുക്കാനുള്ളതിൻ്റെ തലേ ദിവസം വരെ മാറ്റി വെക്കുന്നതാണ് കേട്ടോ ആൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അന്നേ അവർ പറയണത് തയ്ക്കാൻ നിൽക്കുള്ളൂ എന്നാണ് കേട്ടോ തലേന്ന്. ഒപ്പം സുധീനൻ എന്ന ആളും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇതെന്നെ ഉദ്ദേശിച്ച് മാത്രമാണെന്ന് കേട്ടോ. ഒരു കഫ്താൻ അടിക്കാൻ തന്നിട്ട് കുറേ ദിവസമായി, ചോദിക്കുമ്പോഴൊക്കെ കള്ളം പറഞ്ഞു. നാളെ മുതൽ നന്നാവും എന്ന് വിചാരിക്കും, പക്ഷേ ഇവിടെ ശരിയാവുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സത്യമാണ്, ഞാനും അങ്ങനെ തന്നെയാണ്. ഇന്നെ എന്നും എൻ്റെ കെട്ടിയവൻ ചീത്ത പറയണ ഒരേ ഒരു കാര്യം ഉണ്ടെങ്കിൽ അടിച്ചാനുള്ളതിൻ്റെ ആൾ നാളേക്കാണ് കേട്ടോ എനിക്ക് വേണ്ടിയത് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മാത്രമേ ഞാനത് അടിച്ചാൽ തന്നെ ഇരിക്കുള്ളൂ. എന്നിട്ട് ഓരോട് പൗതി അതിന് അങ്ങനെ ഇങ്ങനെ കള പറയും. എൻ്റെ കെട്ടിയവൻ എന്നെ നല്ലോണം ചീത്തറിയും. എന്താണ് കൊടുക്കണേൻ്റെ 2 ദിവസം മുന്നേ അത് അടിച്ച് തീർത്തച്ചാൽ തരുമ്പം തന്നെ അത് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് വെച്ചാൽ എന്താണെന്ന് എനിക്ക് പറ്റുകയെന്നാണ് എന്നോട് ചോദിക്കൽ. എനിക്കറിയില്ല, അതൊരു വല്ലാത്തൊരു ക്യൂരിയോസിറ്റിയാണ്. അടിച്ചാൻ തരുന്ന സമയത്ത് മാത്രം അത് അടിക്കുക എന്നുള്ളത്. ഇന്ന പോലെയാണ് നിങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു സമാധാനം. അപ്പോൾ എല്ലാവരും മാറണം. ഞാനും ഒരുപാട് മാറാൻ നോക്കി. കാരണം ഞാൻ ഈ നൈറ്റോളൊക്കെ നൈറ്റ് അതിന് സ്റ്റിച്ച് ചെയ്യൽ അതൊക്കെ ഞാൻ മാറ്റി. കാരണം എൻ്റെ ഹെൽത്തിന് നല്ല ഇഷ്യൂസ് എനിക്ക് വരൽ തുടങ്ങിയോടുകൂടി ഞാൻ രാത്രി നന്നായിട്ട് ഉറങ്ങിയിട്ട് സുബൈക്ക് നേരത്തെ എണീക്കും. 2 മണിക്കാണെങ്കിലും 9 മണിക്ക് കിടന്നുറങ്ങിയാൽ 2-2:30 ടൈം ആകുമ്പോൾ നമുക്ക് എണീറ്റാലും ഭയങ്കര എനർജി ആയിരിക്കും. നമുക്ക് കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാതിരിക്കാം, പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് തീരും. മറ്റേത് ഉറക്കം വെച്ച് ഇങ്ങനെ രാത്രി 1 മണി 2 മണി വരെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ ഉറക്കം തൂക്കിയാണ് അടിക്കണം. അപ്പോൾ അടിക്കണതും നന്നാവില്ല, ഒരു സുഖവും ഉണ്ടാവില്ല. അങ്ങനെ നേരെ മറിച്ച് ഒന്ന് ഫ്രഷായി ഉറങ്ങി എണീറ്റ് ഫ്രഷായിട്ടാണ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ചെയ്യാനും സാധിക്കും. അപ്പം വിഷയത്തിൽ നിന്ന് തെന്നി മാറില്ലേ, എങ്ങനെയാണ് ഈ ഒരു മടി മാറ്റുക എന്നുള്ളതല്ലേ. അപ്പോൾ കണ്ട കൂട്ടുകാരെ, നമ്മളൊക്കെ കസ്റ്റമറോട് കള്ളം പറയേണ്ടി വരുന്നതും ഒടുവിൽ ടെൻഷൻ അടിക്കുന്നതൊക്കെ ഈ മാറ്റിവെക്കൽ ശീലം കൊണ്ട് മാത്രമാണ്. ഇത് മാറാനൊരു സൂപ്പർ ട്രിക്ക് ഉപയോഗിക്കാം. അതായത് ഒരു കസ്റ്റമർ ഒരു ബ്ലൗസ് തയ്ക്കാൻ തന്നിട്ട് അത് ഈ മാസം 10-ാം തീയതി വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡയറിയിൽ നമ്മളൊരു 7-ാം തീയതി തയ്ച്ച് തീരേണ്ടതാണെന്ന് എഴുതി വെക്കുക. ഒരു 7-ാം തീയതിയാണ് കൊടുക്കേണ്ടതെന്ന് എഴുതിയേക്കുക. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ തലച്ചോറിൽ 7-ാം തീയതി പതിയും. അപ്പോൾ നമ്മൾ 6-ാം തീയതി എന്തെങ്കിലും അത് അടിക്കും. നമ്മൾ സ്വയം ഒരു ഡെഡ് ലൈൻ തന്നെ നമുക്ക് നിശ്ചയിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ തുണി കിട്ടുന്ന ദിവസം തന്നെ നമ്മളത് അളവുകളൊക്കെ എടുത്ത് വെട്ടിയേക്കാൻ നോക്കുക. ആ ഒരു നല്ല വഴിയാണ്. കാരണം തയ്ക്കാൻ മടി ഉണ്ടെങ്കിലും വെട്ടാൻ മടി കാണിക്കരുത്. വെട്ടിവെച്ച തുണി മെഷീൻ്റെ പുറത്ത് ഇങ്ങനെ കാണുമ്പം അത് തയ്ച്ച് തീർക്കാൻ നമുക്ക് ഉള്ളിലൊരു ഭയങ്കര ഒരു പ്രേരണ നമുക്കിങ്ങനെ വരും. നമ്മൾ ദിവസവും ഒരു വലിയ ഡ്രസ്സ് ഒന്നിച്ച് തയ്ക്കാൻ നോക്കാതെ ഇന്ന് ഞാൻ ഡ്രസ്സിൻ്റെ കൈ മാത്രം തയ്ക്കും, നാളെ ബോഡി തയ്ക്കും എന്നിങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങളായി ചെയ്യുക. ഒന്ന് തയ്ച്ച് തുടങ്ങിയാൽ മതി. നമ്മളപ്പം ബാക്കി തനിയേ നടന്നുകൊണ്ടിരിക്കുക ആ ഡ്രസ്സിൻ്റെ ബാക്കി.
അടുത്തതായിട്ടില്ലേ ഗിരിജാദേവി എന്ന ഒരാൾ എഴുതിയൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. സത്യമാണ് മടി എന്നുള്ളതൊക്കെ, പക്ഷേ എന്നാൽ എനിക്ക് മടിയൊന്നുമില്ല കേട്ടോ, സമയമില്ലാത്തതുകൊണ്ടാണെന്ന് ആൾ പറഞ്ഞത്. സമയക്കുറവ് വളരെ ഉണ്ടെന്ന്. അമ്മയെ നോക്കണം, സുഖമല്ല അമ്മക്ക്, എപ്പോഴും കൂടെ ആൾ വേണമെന്നൊക്കെയാണ് അവർ പറയണത്. ഗിരിജ ചേച്ചി, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അമ്മയെ നോക്കുന്നതിനൊപ്പമൊക്കെ തയ്യലും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ വലിയൊരു കയ്യടി തന്നെ ഞാൻ തരും കേട്ടോ. കാരണം അത്രക്കും അപ്രീസിയേഷൻ ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെ പ്രശ്നം മടിയല്ല, സാഹചര്യങ്ങൾ കൊണ്ടുള്ള സമയക്കുറവ് മാത്രമാണ്. അത്തരം സാഹചര്യങ്ങൾ നമ്മൾ വലിയ വലിയ ഓർഡറുകളൊക്കെ ഒന്നിച്ചെടുക്കാതിരിക്കുക. അത് നമ്മൾക്ക് കൂടുതൽ മാനസിക സമ്മർദ്ദം കൂട്ടും. അപ്പോൾ ചെറിയ ചെറിയ ഓർഡറുകൾ മാത്രം എടുക്കുക കേട്ടോ. അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ഇതിനൊരു വഴിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കുറഞ്ഞതെങ്കിലും എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അമ്മയുടെ അരികിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ജോലികളൊക്കെ കണ്ടെത്തുക. ഉദാഹരണത്തിന് അമ്മ കിടക്കുന്ന കട്ടിലിനരികെ ഇരുന്നിട്ട് തന്നെ ചെറിയ കസേരയൊക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് ചെയ്യാവുന്ന ഹെമ്മിങ് ജോലികൾ, ബ്ലൗസിൻ്റെ ഹുക്ക് വെക്കുക, അല്ലെങ്കിൽ മാർക്കിങ്, കട്ടിങ് എന്നിവയൊക്കെ ചെയ്യുക. സ്റ്റിച്ചിങ് മാത്രം മെഷീൻ ഇരിക്കുന്ന മുറിയിൽ വന്നിട്ട് ചെയ്യാൻ നോക്കുക. അമ്മ ഉറങ്ങുന്ന ആ സമയങ്ങളൊക്കെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ സമയങ്ങൾ, ആ സമയം നോക്കി മെഷീനിലുള്ള വർക്കുകളൊക്കെ തീർക്കാൻ നോക്കുക. കുറഞ്ഞ ഓർഡറുകൾ മാത്രം എടുക്കുക, പക്ഷെ അത് കൃത്യമായി കൂടിയ കൂലി തന്നെ വാങ്ങി നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾ അത്രയും റിസ്ക് എടുത്തിട്ടാണ് അത് ചെയ്ത് കൊടുക്കുന്നത്. ഈ കൂട്ടത്തിൽ ഒരുപാട് നല്ല കമൻറ്റും വന്നിട്ടുണ്ട് കേട്ടോ. നാസർ വാപ്പു എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് വന്നത്, ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ആകെ മാറാൻ തുടങ്ങി അൽഹംദുലില്ലാ എന്ന്. അതുപോലെ തന്നെ കൽസൂം ഹലീമ എന്നൊരാൾ എഴുതിയിരിക്കുന്നത്, ഞാൻ സ്ഥിരമായി പറയാറുള്ള ഡയലോഗാണിത് എന്നാണ് കേട്ടോ. ചുരിദാറിൻ്റെ കഴുത്ത് മാത്രമേ ഇന്ന് അടിക്കൂ എന്ന് കരുതി സ്റ്റിച്ച് ചെയ്യാനിരുന്നാൽ മതി. അത് സൂപ്പർ ആൻഡ് പെർഫെക്റ്റീവ് എഫെക്ഷൻ ഒരു ഡിസിഷനാണെന്നാണ് കേട്ടോ ആൾ പറഞ്ഞിട്ടുള്ളത്. കണ്ടോ? അപ്പം നമ്മളെല്ലാവരും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വെക്കുക എന്ന ട്രിക്ക് എത്ര പേർക്കാണ് ഫലം ചെയ്തതെന്ന് ശ്രദ്ധിച്ചില്ലേ? ഓരോരുത്തരുടെ കമൻറ്റ് വായിച്ചാലും നമുക്കത് അറിയാൻ കഴിയും കേട്ടോ. ഒരു വലിയ ചുരിദാർ മുഴുവൻ തയ്ക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് മടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ ഇന്ന് ഞാൻ ഇതിൻ്റെയൊക്കെ നെക്ക് ഡിസൈൻ മാത്രം ചെയ്യുമെന്ന് വിചാരിച്ച് ജോലി ചെയ്താൽ അത് എളുപ്പമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട തയ്യൽ സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ഒന്ന് ചർച്ച ചെയ്ത ഈ കാര്യങ്ങളൊക്കെ അല്ലേ നമ്മുടെ ജീവിതത്തിലും ഒന്ന് പ്രാവർത്തികമാക്കാൻ നോക്കുക കേട്ടോ. പൈസ തരാത്ത കസ്റ്റമേഴ്സിനോടൊക്കെ സ്നേഹത്തോടെ നോ പറയാൻ ശീലിച്ചേ മതിയാവും ആ കാര്യത്തിൽ. ഈ പ്രാവശ്യം പൈസ തന്നിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യാൻ വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പൈസ നിങ്ങളത് ഇത്രയൊക്കെ തരാനുണ്ട്, അത് കൊണ്ടുവന്ന് തരണമെങ്കിൽ ഇപ്രാവശ്യം കൊണ്ടുവന്നത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് തരുള്ളൂ എന്ന് പറയാം. അല്ലെങ്കിൽ ഇത് സ്റ്റിച്ച് ചെയ്ത് തരുന്ന സമയത്ത് ഇതിൻ്റെ പൈസയും ആ തരാനുള്ള പൈസ കൂട്ടി ചേർത്തിട്ട് എനിക്ക് തരണം, എനിക്ക് കുറച്ച് അത്യാവശ്യങ്ങളുണ്ട്, അത് ഞാൻ ഈ ചെയ്ത ജോലിൻ്റെ പൈസ കിട്ടിയെങ്കിലേ എൻ്റെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നുള്ളത് പൂർണ്ണമായിട്ടും തീർത്ത് അവരോട് പറയാനുള്ളൊരു മനസ്സ് നിങ്ങൾ കാണിക്കണം. വീട്ടു ജോലികൾക്കിടയിൽ നമ്മളെ ശരീരം നോക്കാൻ ആവശ്യത്തിന് നമ്മൾ വിശ്രമം കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. നമ്മളെ എല്ലാ കാര്യങ്ങളും സമയം ക്രമീകരിക്കുക കേട്ടോ. നമ്മൾ ഓർഡറുകളൊക്കെ അവസാന ദിവസത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക. തുണി കിട്ടുമ്പോൾ തന്നെ അത് വെട്ടിവെക്കാൻ നോക്കുക. അല്ലാഞ്ഞാൽ നമ്മളെ ശരീരം നമ്മൾ പറഞ്ഞത് കേൾക്കാതെ നമ്മൾ ടെൻഷൻ അടിച്ച് ആകെ പണ്ടാരടങ്ങി ഇല്ലാതാവും. ഈ ടിപ്പുകളൊക്കെ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഇതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്തോളി. നമുക്ക് ഒന്നിച്ച് തന്നെ അതിന് പരിഹാരം കണ്ടെത്താം. ഈ വീഡിയോ നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തോളി കേട്ടോ. അപ്പോൾ വേഗം പോയിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി ഒരു ബെല്ലൈക്കൺ അമർത്തിക്കോളി, ഒന്ന് ലൈക്കും ചെയ്ത് പോയിക്കോളി കേട്ടോ. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളും നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്തോളി. അപ്പോൾ ബായ്, അടുത്ത നല്ലൊരു എഫക്റ്റീവായ വീഡിയോയിൽ കാണാം. ബായ്, അസ്സലാമു അലൈക്കും.